എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ ഫ്രൈ ആണ്. അതിനായി 1 കിലോഗ്രാം കൂന്തലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ മഷി ഉണ്ടാകും. അത് പൊട്ടാതെ തലഭാഗം പതുക്കെ വലിച്ചെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരുപാട് വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് വിഴുങ്ങിയ കുഞ്ഞു മീനുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. ഇനി പുറമേയുള്ള തൊലി നമുക്ക് വലിച്ചെടുത്ത് കളയാം. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതിയാകും. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ നാക്കുണ്ടാവും. അത് വലിച്ചെടുത്ത് നമുക്ക് കളയാം. ഇനി തലഭാഗം ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ തലഭാഗത്തും മഷി ഉണ്ടാവും. അതിൻ്റെ സൈഡിലൊക്കെ മുത്ത് പോലെയൊക്കെ കാണാൻ പറ്റും. അതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷം റിംഗ് ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റിവെക്കാം. ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. ഇനി ഇതിലേക്ക് കൂന്തലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 3 പച്ചമുളകും ചേർക്കുക. അധികം നേരം കൂന്തൽ കുക്ക് ചെയ്യേണ്ട, അത് റബ്ബർ പോലെ ആകും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ കൂന്തലിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അത് ഡ്രൈ ആവുന്നതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൂന്തൽ കുക്കായി വരുമ്പോഴേക്കും അത് പൊട്ടിത്തെറിച്ച് തുടങ്ങും. നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കേണ്ടത്. 5 മിനിറ്റ് ശേഷം കൂന്തൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി കൂന്തൽ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.